ഗുഡ് മോർണിംഗ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമൂലിനെ കുറിച്ചിട്ടാണ്. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. അമൂൽ, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. ഷോർട്ടായിട്ട് നമ്മൾ അമൂൽ എന്ന് പറയും. ഇപ്പോൾ ഓൾഡൻ ഡേയ്സിൽ മിൽക്ക് പ്രൊഡക്ഷനും അതിൻ്റെ കളക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും അതൊന്നും സെൻട്രലൈസ്ഡ് ആയിരുന്നില്ല. അതെല്ലാം തന്നെ ഡീസെൻട്രലൈസ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ആണ് അത് പ്രധാനമായിട്ടും ഡീൽ ചെയ്തിരുന്നത്. ഒരു പോൾസൺ കമ്പനി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവരാണത് പ്രധാനമായിട്ടും ഡീൽ ചെയ്തിരുന്നത്. അപ്പോൾ ഈ മിൽക്ക് പ്രൊഡക്ഷനും അതിൻ്റെ കളക്ഷനും പ്രോസസ്സിങ്ങും മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് സെൻട്രലൈസ്ഡ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ അർബൻ പോപ്പുലേഷൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മിൽക്കിൻ്റെയും മറ്റ് പ്രോഡക്ട്സുകളുടെയും ഒരു അക്യൂട്ട് ഷോർട്ടേജ് അവിടെ നിലനിന്നിരുന്നു. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു, പ്രൈവറ്റ് ഓർഗനൈസേഷനുകളാണ് ഇത് പ്രധാനമായിട്ടും ഡീൽ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു. അവരാണ് ഈ പാല് ഉൽപ്പാദിപ്പിക്കുന്നതും അതിൻ്റെ കളക്ഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നത് പ്രൈവറ്റ് വെൻഡേഴ്സാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് വെൻഡേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷനും മിൽക്ക് അവൈലബിലിറ്റിയുടെ ഷോർട്ടേജും ഈ ഒരു ഏരിയാസിൽ ഒരുപാട് കോപ്പറേറ്റീവ് മിൽക്ക് സപ്ലൈ സൊസൈറ്റീസ് ആരംഭിക്കുന്നതിന് കാരണമായി. അപ്പോൾ 20th സെഞ്ച്വറിയുടെ ആദ്യ പതിറ്റാണ്ടുകളിൽ തന്നെ ഇതുപോലുള്ള ധാരാളം കോപ്പറേറ്റീവ് മിൽക്ക് സപ്ലൈ സൊസൈറ്റീസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സൊസൈറ്റീസ് ഒന്നും തന്നെ ഓർഗനൈസ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഇംപ്രൂവ് മിൽക്ക് പ്രൊഡക്ഷൻ, ഇപ്പോൾ പാലുൽപാദനം മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡ്യൂസേഴ്സിനെ ഓർഗനൈസ് ചെയ്യുന്നതിനും അതൊന്നും ആര് ചെയ്തിരുന്നില്ല. ഈ കോപ്പറേറ്റീവ് മിൽക്ക് സപ്ലൈ സൊസൈറ്റീസ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ പാലിൻ്റെ ഒരു ഡിമാൻഡും അതുപോലെ തന്നെ മിൽക്ക് പ്രോഡക്ട്സുകളുടെയൊക്കെ ഡിമാൻഡ്, ഇപ്പോൾ നമുക്ക് ആ സെക്കൻഡ് വേൾഡ് വാറൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ആർമിയിലുണ്ടല്ലോ, അവർക്ക് മിൽക്ക് പ്രോഡക്ട്സുകളുടെ ആവശ്യകത വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട്, അതുപോലെ തന്നെ ഉള്ള സൊസൈറ്റീസ് ഒന്നും തന്നെ മിൽക്ക് പ്രൊഡ്യൂസേഴ്സിനെ ഓർഗനൈസ് ചെയ്യുകയോ മിൽക്ക് പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതിരുന്നത് കൊണ്ടും ആ ഒരു സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഹെവി ഷോർട്ടേജ് ഇൻ മിൽക്ക് അവിടെ ഉണ്ടായി. അപ്പോൾ ഒട്ടും പാലിൻ്റെ ഒരുപാട് ഷോർട്ടേജസ് അവിടെ ഉണ്ടായിരുന്നു. സോ ഈ അർബൻ ഏരിയാസിലും അതുപോലെ തന്നെ മിൽക്കിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ടായി. ഇറ്റ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് കോപ്പറേറ്റീവ് മിൽക്ക് സൊസൈറ്റീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ കൺട്രി. അപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ധാരാളം കോപ്പറേറ്റീവ് മിൽക്ക് സൊസൈറ്റീസ് എമർജ് ചെയ്യുന്നതിന്, അത് ആവിർഭവിക്കുന്നതിലേക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ നയിക്കുകയും ചെയ്തു. ഒന്ന് ഷോർട്ടേജ് ഓഫ് അവൈലബിലിറ്റി ഓഫ് മിൽക്കും, മറ്റൊന്ന് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പ്രൈവറ്റ് ട്രേഡേഴ്സ്. അപ്പോൾ ഈ ഒരു മിൽക്ക് പ്രൊഡ്യൂസേഴ്സിനെ പ്രൈവറ്റ് ട്രേഡേഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് മിൽക്ക് സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് മിൽക്ക് സൊസൈറ്റീസ് എമർജ് ചെയ്യുന്നതിലേക്ക് നയിച്ചത്. അപ്പം ഇങ്ങനെ ഫസ്റ്റ് പ്രൊഡ്യൂസർ ഓറിയൻറ്റഡ് ഡയറി കോപ്പറേറ്റീവ്സ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഗുജറാത്തിലെ ആനന്ദിലുള്ള കൈറ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനാണ്. അപ്പോൾ ഗുജറാത്തിലെ ആനന്ദ് എന്നുള്ള സ്ഥലത്താണ് കൈറ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ
പ്രൊഡ്യൂസർ ഓറിയൻറ്റഡ് ഡയറി കോപ്പറേറ്റീവ്സ് ആണ് ഏത്? കയറ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. കയറ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. കയറ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ആദ്യത്തെ പ്രൊഡ്യൂസർ ഓറിയൻറ്റഡ് കോപ്പറേറ്റീവ് ഡയറി കോപ്പറേറ്റീവ്സ് ആണ്. അപ്പോൾ ഗുജറാത്ത് സ്റ്റേറ്റിലെ ആനന്ദ് എന്നുള്ള പ്ലേസിലാണ് അത് വരുന്നത്. കയറ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് എന്ന് പറയും. അത് ലിമിറ്റഡ് ആണ്. ആനന്ദ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്. ദെൻ ഇറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് അമൂൽ ഡയറി. ഇതാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? അമൂൽ ഡയറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അമൂൽ ഡയറി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അമൂൽ ഡയറി. Then it is a dairy cooperatives അല്ലേ? ഡയറി കോപ്പറേറ്റീവ്സ് ആണ് വിത്ത് എ ടേൺ ഓവർ ഓഫ് മോർ ദാൻ 4,825 crores. അപ്പം ഇതിൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് 4,825 കോടിയിലധികമാണ്. അപ്പോൾ 4,825 കോടിയിലധികം ടേൺ ഓവറോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ടേൺ ഓവർ ഉള്ള ഒരു ഡയറി കോപ്പറേറ്റീവ്സ് ആണ് ഇത് അമൂൽ ഡയറി എന്ന് അറിയപ്പെടുന്ന കയറ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രൊഡ്യൂസർ ഓറിയൻറ്റഡ് ഡയറി കോപ്പറേറ്റീവ്സ് ആണ്. ആ പേരും തന്നെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ദിസ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ഓൺഡ് ബൈ ദ ഫാമേഴ്സ്. ഇപ്പോൾ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ആണ്, ഫാമേഴ്സ് അല്ലേ, ക്ഷീരകർഷകർ, അവരുടെ ഉടമസ്ഥതയിലുള്ള, അവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, അവർ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനാണ് അമൂൽ ഡയറി. ദെൻ ഇതതിൻ്റെ ജേണി ആരംഭിക്കുന്നത് 1946 അപ്പോൾ 1946 ഏത് ഫോം ചെയ്യുന്നത്? അമൂൽ ഫോം ചെയ്യുന്നത്. ആൻഡ് ഹാസ് ഇൻസ്പയർഡ് ദ നേഷൻ ഇൻ ദ ഡയറി കോപ്പറേറ്റീവ്സ്. അപ്പോൾ ഡയറി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സിനെ നമ്മുടെ രാജ്യത്ത് ഇൻസ്പയർ ആയിട്ടുണ്ടായിരുന്നത്, അതിനെ പ്രചോദനമായത് ഈ ഒരു അമൂൽ ഡയറി ആണ്. അതുപോലെ തന്നെ ലോകത്തിലെ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് നേഷനായിട്ട് ഇന്ത്യയെ കൊണ്ടുവരുന്നതും ഈ ഒരു അമൂൽ ഡയറിയാണ്. അപ്പോൾ അമൂൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആനന്ദ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ്, അങ്ങനെയാണ് അത് അമൂൽ എന്നുള്ള പേര് വരുന്നത്. കാരണം ആനന്ദ് എന്ന് പറയുന്ന, അപ്പോൾ ഗുജറാത്തിലെ ആനന്ദ് എന്നുള്ള ആ ഒരു സ്ഥലത്തുള്ള കുറച്ച് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് എല്ലാം കൂടെ ചേർന്ന് രൂപീകരിക്കുന്നതാണ്. അപ്പോൾ ആനന്ദ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ്, അങ്ങനെയാണത് അമൂൽ ഡയറി. അപ്പോൾ ഈ കയറ ഡിസ്ട്രിക്റ്റ്, അതായത് ഗുജറാത്തിലെ കയറ ഡിസ്ട്രിക്റ്റിൽ വരുന്നതാണിത്, അവിടുത്തെ പ്ലേസാണ് ആനന്ദ്. അപ്പോൾ ഈ കയറ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് നമ്മൾ അമൂൽ ഡയറി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ അമൂൽ എന്ന് പറയുന്നത് ഇതാണ്, ആനന്ദ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ്. അപ്പോൾ ആനന്ദിലുള്ള മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ, അവരെ എല്ലാം കൂടെ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ളത് അങ്ങനെയാണത് അമൂൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫോമഡ് ഇൻ 1946 ആണ്. അതൊരു ഡയറി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഡയറി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് തന്നെയായിരുന്നു അത്. ദെൻ ഇന്ത്യനെ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് നേഷനായിട്ട് ലോകത്തിലെ ഉയർത്തി കൊണ്ടുവന്നതും
ഈ അമൂലാണ്. ഇനി ഈ അമൂൽ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്യുന്നത് സാൻസ്ക്രിറ്റ് വേർഡായിട്ടുള്ള അമൂല്യയിൽ നിന്നാണ്. അപ്പോൾ അമൂല്യ എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് ഏത് വരുന്നത്, അമൂൽ എന്ന് പറയുന്ന വേർഡ് വരുന്നത്. അമൂല്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കില്ലേ, അമൂല്യമായിട്ടുള്ളത് എന്നൊക്കെ പറയില്ലേ നമ്മൾ. എന്താ അമൂല്യം? അമൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ്ലെസ് ആണ്. പ്രൈസ്ലെസ് ഓർ പ്രഷ്യസ് എന്ന് പറയും നമ്മൾ. പ്രൈസ്ലെസ് ഓർ പ്രഷ്യസ്, ഇതിനെയാണ് നമ്മൾ അമൂല്യ എന്ന് പറയുന്നത്. അപ്പോൾ അമൂല്യയുടെ മീനിങ് വരുന്നത്. അപ്പോൾ പ്രൈസ്ലെസ് ഓർ പ്രഷ്യസ് എന്നർത്ഥം വരുന്ന അമൂല്യ എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് അമൂൽ എന്നുള്ള വേർഡ് പറയുന്നത്. അമൂൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രാൻഡ് മാനേജ്ഡ് ബൈ എ കോപ്പറേറ്റീവ് ബോഡി, ദ ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. ഇപ്പോൾ ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്, GCMMF എന്ന് പറയും. GCMMF, ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. അപ്പോൾ അവരുടെ ആ പ്രോഡക്റ്റ്, മിൽക്ക് പ്രോഡക്ട്സുകളൊക്കെ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് ഇത് അമൂൽ. അമൂൽ എന്നുള്ള പേരിലാണ് അവരത് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ GCMMF എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫുഡ് പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് ഓർഗനൈസേഷനാണ് കേട്ടോ. അപ്പോൾ ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫുഡ് പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് ഓർഗനൈസേഷനാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗുജറാത്തിലെ മിൽക്ക് കോപ്പറേറ്റീവ്സുകൾ ഉണ്ടല്ലോ, ഗുജറാത്തിലെ മിൽക്ക് കോപ്പറേറ്റീവ്സിൻ്റെ സ്റ്റേറ്റ് ലെവൽ അപ്പെക്സ് ബോഡിയാണ് ഏത്, GCMMF എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താണ്, ഒരു സ്റ്റേറ്റ് ലെവൽ അപ്പെക്സ് ബോഡിയാണ്. സ്റ്റേറ്റ് ലെവൽ അപ്പെക്സ് ബോഡിയാണ്. അപ്പോൾ ഗുജറാത്തിലെ മിൽക്ക് കോപ്പറേറ്റീവ്സുകളുടെ ഒരു സ്റ്റേറ്റ് ലെവൽ അപ്പെക്സ് ബോഡിയാണ് GCMMF എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ എയിംസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് റെമ്യൂണറേറ്റീവ് റിട്ടേൺ ടു ദ ഫാമേഴ്സ്. ഫാമേഴ്സിനെ റെമ്യൂണറേറ്റീവ് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിനെ ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സുകൾ നൽകുന്നത് വഴി അവരുടെ താല്പര്യങ്ങളെ സെർവ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു എയിമാണ്. അപ്പോൾ കൺസ്യൂമേഴ്സ് അവരെ കൊടുക്കുന്ന പണത്തിന് നല്ല മൂല്യമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത് വഴി കൺസ്യൂമേഴ്സിൻ്റെ താല്പര്യങ്ങളെ സെർവ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു എയിമാണ്. അപ്പോൾ ഈ ഒരു ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് രൂപീകരിച്ചിരിക്കുന്നത് ഈ രണ്ട് ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ട് ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ്. ഒന്ന്, പ്രൊവൈഡ് റെമ്യൂണറേറ്റീവ് റിട്ടേൺ ടു ദ ഫാമേഴ്സ് and also serve the interest of consumers by providing quality products which are good value for money. ഇനി ഈ ഒരു അമൂൽ പാറ്റേൺ it has established itself as a uniquely appropriate model for rural development. അപ്പോൾ നമ്മുടെ രാജ്യത്തെ റൂറൽ ഡെവലപ്മെൻറ്റിനെ, ഗ്രാമീണ വികസനത്തിന് വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു മാതൃക ആരെ സ്വയം സ്ഥാപിച്ചിട്ടുണ്ട്, അമൂൽ പാറ്റേൺ അവരെ സ്വയം സ്ഥാപിച്ചിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇന്ത്യയിലെ വൈറ്റ് റവല്യൂഷൻ, അതിനെ എന്താ പറയുക ഇൻസ്പയർ ആയിട്ടുള്ളതും അല്ലെങ്കിൽ അതിനെ എന്താ പറയുക പ്രചോദനമായിട്ടുള്ളതും അമൂൽ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലെ മിൽക്ക് മാർക്കറ്റ് മിൽക്ക് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാർജസ്റ്റ് പ്രൊഡ്യൂസർ കമ്പനിയാണ് ഏത്, ഈ ഒരു അമൂൽ ഡയറി എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ഇത് ലോകത്തിലെ ബിഗ്ഗസ്റ്റ് വെജിറ്റേറിയൻ ചീസ് ബ്രാൻഡ് കൂടെയാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ ലോകത്തിലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് അമൂലാണ് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇറ്റ് ഓൾസോ ദ വേൾഡ് ബിഗ്ഗസ്റ്റ് വെജിറ്റേറിയൻ ചീസ് ബ്രാൻഡ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വെജിറ്റേറിയൻ ചീസ് ബ്രാൻഡ് കൂടെയാണ് അമൂൽ എന്ന് പറയുന്നത്. പിന്നെ അമൂലിന് ധാരാളം പ്രോഡക്ട്സുകൾ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അമൂലിൻ്റെ പ്രോഡക്ട്സുകളിൽ മിൽക്ക് പൗഡേഴ്സ് വരുന്നുണ്ട്, മിൽക്ക് വരുന്നുണ്ട്, ബട്ടർ, ഗീ, ചീസ്, കേർഡ്, ചോക്ലേറ്റ്, ഐസ്ക്രീം, അതുപോലെ തന്നെ ക്രീം ശ്രീകാന്ത്, അങ്ങനെ ഒരുപാട്. പിന്നെ ഗുലാബ് ജാംസ് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് നേച്ചുറൽ ബ്രാൻഡുകളും അതൊക്കെ അവർക്ക് വരുന്നുണ്ട്. ന്യൂട്രീഷണൽ ബ്രാൻഡുകളൊക്കെ ഒരുപാട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു അമൂൽ മോഡൽ ഓഫ് ഡയറി ഡെവലപ്മെൻറ്റ്സിൻ്റെ ഇതൊരു 3 ടയർ സ്ട്രക്ചറാണ് ഇതിനെ വരുന്നത് കേട്ടോ. അമൂൽ മോഡൽ ഓഫ് ഡയറി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു 3 ടയർ സ്ട്രക്ചറാണ്. അത് വില്ലേജ് ലെവലിലെ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വരുന്നുണ്ട്. ദെൻ ഡിസ്ട്രിക്റ്റ് ലെവലിലെ ഫെഡറേറ്റഡ് യൂണിയൻ, ഫെഡറേറ്റഡ് അണ്ടർ മിൽക്ക് യൂണിയൻ വരുന്നുണ്ട്. ദെൻ സ്റ്റേറ്റ് ലെവലിൽ അവർക്ക് ഫെഡറേഷൻ ഓഫ് മെമ്പർ യൂണിയൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 3 ടയർ സ്ട്രക്ചറാണ് ഇതിന് വരുന്നത്, അമൂൽ മോഡലിനെ വരുന്നത്. അത് നമ്മളിനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും അമൂലിൻ്റെ 3 ടയർ സ്ട്രക്ചർ ഏതൊക്കെ. അപ്പോൾ വില്ലേജ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും അവർക്ക് വരുന്നുണ്ട്. വില്ലേജ് ലെവലിലെ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഡിസ്ട്രിക്ട് ലെവലിലെ മിൽക്ക് യൂണിയൻ ആണ്. ഈ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എല്ലാം തന്നെ യോജിച്ചിട്ട് അവർ ഒരു മിൽക്ക് യൂണിയൻ രൂപീകരിച്ചിട്ടുണ്ട്. അതാണ് ഡിസ്ട്രിക്ട് ലെവൽ ഓർഗനൈസേഷൻ ആയിട്ട് വരുന്നത്. സ്റ്റേറ്റ് ലെവലിലെ ഈ മിൽക്ക് മെമ്പർ യൂണിയൻസ് ഉണ്ടല്ലോ, അതായത് മിൽക്ക് യൂണിയൻസ്, അവരുടെ ഫെഡറേഷനെയാണ് നമ്മൾ സ്റ്റേറ്റ് ലെവൽ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു 3 ടയർ സ്ട്രക്ചറാണ് ഇതിന് വരുന്നത്, അമൂൽ മോഡൽ ഓഫ് ഡയറി കോപ്പറേറ്റീവ്സിനെ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഗുജറാത്തിലെ ആനന്ദ് ടൗണിനെ ബേസ് ചെയ്തിട്ടാണ് ഈ അമൂലെ ഡയറി പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഒരു ലോങ് ടേം ഇതിലെ സക്സസ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് ഓർഗനൈസേഷനെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഏത് പറയാം, ഈ ഒരു ഡയറി കോപ്പറേറ്റീവ്സ് നമുക്ക് പറയാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് അമൂലിൻ്റെ ഈ ഒരു 3 ടയർ നോക്കാം. നമുക്ക് 3 ടയർ അമൂൽ മോഡൽസ്. അപ്പോൾ 3 ടയർ അമൂൽ മോഡൽസിലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ഇതാണ് അതിനെ ലെവൽസ് ആണ് അല്ലെങ്കിൽ അതിനെ വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 3 ടയർ അമൂൽ മോഡൽ എന്നുള്ളത്. ത്രീ ടയർ മോഡൽ, അത് അമൂൽ മോഡൽ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. അമൂൽ മോഡൽ ഡെവലപ്മെൻറ്റ്. നമുക്ക് ക്വസ്റ്റ്യനൊക്കെ അങ്ങനെയാണ് ചോദിക്കാറുണ്ട്. 3 ടയർ മോഡൽ തന്നെയാണ് അറിയപ്പെടുന്നത് അമൂൽ മോഡൽ ഡെവലപ്മെൻറ്റ്. അമൂൽ മോഡൽ ഡെവലപ്മെൻറ്റ് എന്നറിയപ്പെടും. അതിലെ പ്രൈമറി തലത്തിലെ വരുന്നത് വില്ലേജ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അപ്പം അതിൻ്റെ ആ 3 ലെവൽസ് എന്ന് പറയുന്നത്, ഒന്ന് വില്ലേജ് ഡയറി, പ്രൈമറി ഡയറി കോപ്പറേറ്റീവ്സ് ആണ്. അപ്പോൾ വില്ലേജ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി, വില്ലേജ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി അറിയപ്പെടുന്നത് VDCS ആണ്. ദെൻ പിന്നെ വരുന്നത് ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. സെക്കൻഡ് വൺ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ.
ദെൻ നമ്മൾ പറയും ഷോർട്ടായിട്ട് മിൽക്ക് യൂണിയൻ. ഇപ്പോൾ ഡിസ്ട്രിക്റ്റ് ലെവലിൽ നമുക്ക് വരുന്നത് മിൽക്ക് യൂണിയൻ ആണ്. ദെൻ നാഷണൽ ലെവലിൽ നമുക്ക് വരുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മിൽക്ക് ഫെഡറേഷൻ ആണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മിൽക്ക് ഫെഡറേഷൻ, ഷോർട്ടായിട്ട് ഫെഡറേഷൻ എന്ന് പറയും. അപ്പം ഇങ്ങനെ ഒരു 3 ടയർ സ്ട്രക്ചറാണ് നമുക്കതിൽ വരുന്നത്. വില്ലേജ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി VDCS, ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ മിൽക്ക് യൂണിയൻ, ദെൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മിൽക്ക് ഫെഡറേഷൻ 3 ടയർ സ്ട്രക്ചറാണ്. അപ്പം നമുക്ക് ആദ്യം അപ്പോൾ ഈ 3 ടയർ സ്ട്രക്ചറും സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് വിവിധ ഫങ്ഷൻസ്, ഡയറി കോപ്പറേറ്റീവ്സിൻ്റെ വിവിധ ഫങ്ഷൻസ് ഡെലഗേറ്റ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് ഡെലഗേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡയറി കോപ്പറേറ്റീവ്സ് ഈ അമൂല് ഇങ്ങനെ ഒരു 3 തലങ്ങളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ തലങ്ങളായിട്ട് അവരെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വില്ലേജ് ഡയറി കോപ്പറേറ്റീവ്സ് നോക്കാം അല്ലേ. വില്ലേജ് ഡയറി കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് വില്ലേജ് ലെവലിൽ വരുന്നതാണ് കേട്ടോ. വില്ലേജ് ലെവലിൽ വരുന്ന ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനാണ് വില്ലേജ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ VDCS എന്ന് പറയുന്നത്. അപ്പോൾ വില്ലേജിലുള്ള മിൽക്ക് പ്രൊഡ്യൂസേഴ്സാണ് ഏതിലകത്ത് വരുന്നത്, ഈ ഒരു വില്ലേജ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അംഗങ്ങളായിട്ട് വരുന്നത്. ഇത് 3 ടയർ സ്ട്രക്ചറിലെ പ്രൈമറി സൊസൈറ്റിയാണ്. വില്ലേജ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് അമൂൽ ഡയറി ഡെവലപ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ അമൂൽ മോഡൽ ഡെവലപ്മെൻറ്റിൻ്റെ 3 ടയർ സ്ട്രക്ചറിലെ പ്രൈമറി തലത്തിൽ വരുന്ന സൊസൈറ്റിയാണ് ഏത്, വില്ലേജ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പോൾ വില്ലേജിലുള്ള ഫാമേഴ്സ് അവരുടെ കൺസംഷന് ശേഷമുള്ള സർപ്ലസ് മിൽക്ക് ഉണ്ടല്ലോ, അത് അവരെ ഈ ഒരു വില്ലേജ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മുഖാന്തരമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ മെമ്പർഷിപ്പ് നൽകുന്നത് മിൽക്ക് പ്രൊഡ്യൂസേഴ്സിനാണ്. ആ പെർട്ടിക്കുലർ വില്ലേജിലുള്ള മിൽക്ക് പ്രൊഡ്യൂസേഴ്സിനാണ് അവരെ എന്ത് കൊടുക്കുന്നത്, മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു പ്രൈമറി സൊസൈറ്റി മാനേജ് ചെയ്യുന്നത് ഇലക്റ്റഡ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ്. അതിലെ മിൽക്ക് പ്രൊഡ്യൂസേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള 9 മുതൽ 12 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഇതിലെ വരുന്നത്, മാനേജ്മെൻറ്റ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് അതിൽ വരുന്നത്. ദെൻ അതുതന്നെ ഒരു ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലാണ് അത് പ്രവർത്തിക്കുന്നത്. അതായത് വൺ മാൻ വൺ വോട്ട് എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവരെ എന്തു കൊടുക്കുന്നത്, മെമ്പർഷിപ്പ് നൽകുന്നത്. ദെൻ വില്ലേജ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ സൊസൈറ്റിയുടെ ഡേ ടു ഡേ മാനേജ്മെൻ്റ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സെക്രട്ടറീനെ അവരെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സെക്രട്ടറീനെ അയാളുടെ ഡെയിലി ഡ്യൂട്ടീസൊക്കെ അക്കംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യാനായിട്ട് ധാരാളം എംപ്ലോയീസിനെയും അവരെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഒരു യൂണിയൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ മെമ്പേഴ്സിൽ നിന്ന് മിൽക്ക് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ കളക്ട് ചെയ്ത മിൽക്ക് അത് സപ്ലൈ ചെയ്യുക, ഡിസ്ട്രിക്റ്റ് മിൽക്ക് യൂണിയനിലേക്ക് സപ്ലൈ ചെയ്യുക. അപ്പോൾ ഫങ്ഷൻസിൽ അതൊക്കെയാണ് വരുന്നത്. ഒന്ന് കളക്ഷൻ ഓഫ് മിൽക്ക് ഫ്രം ദ പ്രൊഡ്യൂസർ മെമ്പേഴ്സ്, ദെൻ സപ്ലൈ മിൽക്ക് ടു ഡിസ്ട്രിക്റ്റ് മിൽക്ക് യൂണിയൻ ആൻഡ് ലോക്കൽ കൺസ്യൂമേഴ്സ്. അതായത് ഡിസ്ട്രിക്റ്റ് മിൽക്ക് യൂണിയനും ലോക്കൽ കൺസ്യൂമേഴ്സിനും മിൽക്ക് സപ്ലൈ ചെയ്യുക. പിന്നെ ഇവരെ പേയ്മെൻറ്റ് നടത്തുന്നത്
ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിൽ അതിലെ ഫാറ്റ് കണ്ടന്റിനനുസരിച്ചിട്ടൊക്കെയാണ് പാലിൻ്റെ വില നിശ്ചയിക്കുന്നത്. അതാണ് ക്വാണ്ടിറ്റിക്കും ക്വാളിറ്റിക്കും അനുസരിച്ചാണ് പേയ്മെൻറ്റ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവരെ ഒരുപാട് സർവീസസ് ഒക്കെ ഫാമേഴ്സിന് കൊടുക്കുന്നുണ്ട്. അതായത് അവരെ കാറ്റിൽ ഫീഡ് സീഡ്സ്, പിന്നെ ഫോഡർ സീഡ് സെയിൽസ്, അതായത് കാലിത്തീറ്റ. ഫോഡർ എന്ന് പറഞ്ഞാൽ കാലിത്തീറ്റയാണ്. അതുപോലെ തന്നെ ഫോഡർ സീഡ്, അതിൻ്റെ വിത്ത് വിൽക്കുക. പിന്നെ വെറ്റിനറി എയ്ഡ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കന്നുകാലികൾക്കൊക്കെ അസുഖവും കാര്യങ്ങളൊക്കെ വരാമല്ലോ, അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ടുള്ള വെറ്റിനറി എയ്ഡ്സ്. പിന്നെ അവരെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സർവീസസ്, അങ്ങനെയുള്ള കുറേ സർവീസസ് ഇവരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെല്ലിംഗ് ലിക്വിഡ് മിൽക്ക് ഫോർ ലോക്കൽ കൺസ്യൂമേഴ്സ് ടു ദ വില്ലേജിലെ ലോക്കൽ കൺസ്യൂമേഴ്സിനെ ലിക്വിഡ് മിൽക്ക് അവരെ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ മെമ്പേഴ്സിനെ അവരെ ഒരുപാട് സപ്പോർട്ട് സർവീസസ് ഒക്കെ അവർ കൊടുക്കുന്നു. നമ്മൾ പറഞ്ഞില്ലേ, വെറ്റിനറി ഫസ്റ്റ് എയ്ഡ്, പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സർവീസസ്, കാറ്റിൽ ഫീഡ് സെയിൽ, മിനറൽ മിക്സ്ചർ സെയിൽസ് ഉണ്ട്. പിന്നെ കണ്ടക്ടിങ് ട്രെയിനിങ് ഓൺ ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ്ങിലെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സർവീസസ് ഇവരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ വില്ലേജ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് എൻറ്റിറ്റിയാണ് കേട്ടോ. അതൊരു ഇൻഡിപെൻഡൻ്റ് എൻറ്റിറ്റിയാണ്. ദെൻ അത് മാനേജ് ചെയ്യുന്നത് ലോക്കലി ബൈ ദ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ പാലുൽപാദകർ തന്നെയാണ് അത് മാനേജ് ചെയ്യുന്നത്. ആൻഡ് അസിസ്റ്റഡ് ബൈ ദ ഡിസ്ട്രിക്റ്റ് മിൽക്ക് യൂണിയൻ. അപ്പോൾ ഡിസ്ട്രിക്റ്റ് മിൽക്ക് യൂണിയൻ്റെ ആ ഒരു സഹായം, അസിസ്റ്റൻസ് കൂടെ അവർക്കതിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയാണ് വില്ലേജ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മിൽക്ക് ഫെഡറേഷൻ ആണ്. ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് മിൽക്ക് ഫെഡറേഷൻ ആണ്. ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ അഥവാ ഡിസ്ട്രിക്റ്റ് മിൽക്ക് യൂണിയൻ നോക്കാം നമുക്ക്. ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഓർ മിൽക്ക് യൂണിയൻ, ഇതൊരു മിഡിൽ ടയർ ഓർഗനൈസേഷൻ ആണ്. 3 ടയർ സ്ട്രക്ചറിൽ അല്ലേ, 3 ടയർ സ്ട്രക്ചറിലെ മിഡിൽ ടയർ ഓർഗനൈസേഷൻ ആണ് ഏത്, ഈ ഒരു ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ അഥവാ മിൽക്ക് യൂണിയൻ എന്ന് പറയുന്നത്. മിൽക്ക് യൂണിയനിലെ മെമ്പർഷിപ്പ് വില്ലേജ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിനാണ്. അപ്പോൾ അവിടെ ഇൻഡിവിജ്വൽ ഫാമേഴ്സ് ഉണ്ടായിരിക്കില്ല. അപ്പം അതിലെ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് വില്ലേജ് സൊസൈറ്റീസ് ആണ്, വില്ലേജ് ഡയറി സൊസൈറ്റീസ് ആണ്. അപ്പോൾ അതാത് ഡിസ്ട്രിക്റ്റിലെ വില്ലേജ് സൊസൈറ്റീസിനാണ് എന്ത് കിട്ടുന്നത്, മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. ഡിസ്ട്രിക്റ്റ് മിൽക്ക് യൂണിയന്റെ പ്രധാന ഇതെന്ന് പറയുന്നത് പ്രൊക്യൂർമെന്റ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് മിൽക്കാണ്. മിൽക്ക് പ്രൊക്യൂർ ചെയ്യാതെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്റെ അതിലേ വരുന്നത്. ദെൻ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഓഫ് മിൽക്ക് യൂണിയൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് അവരെ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ അംഗങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഡയറക്ടർ ബോർഡാണ് മിൽക്ക് യൂണിയൻ്റെ മാനേജ്മെൻ്റ് ഒക്കെ നടത്തുന്നത്. പിന്നെ അവരുടെ ഈ ഒരു കമ്മിറ്റിയിലെ 9 to 18 മെമ്പേഴ്സാണ് ഉണ്ടായിരിക്കുക. പിന്നെ മിൽക്ക് യൂണിയൻ്റെ ഡേ ടു ഡേ മാനേജ്മെൻ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജിങ് ഡയറക്ടറിനെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വില്ലേജ് സൊസൈറ്റീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള അവരെ തിരഞ്ഞെടുത്തിട്ടുള്ള 9 to 18 മെമ്പേഴ്സ് അടങ്ങുന്നതാണ് ഡയറക്ടർ ബോർഡ്. അവരാണ് ഈ ഒരു യൂണിയനെ കൺട്രോള് ചെയ്യുന്നത്. പിന്നെ അതിന് പുറമെ അവരെ പ്രൊഫഷണൽ മാനേജിങ് ഡയറക്ടറിനെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പെയ്ഡ് എംപ്ലോയി ആണ്. അതുപോലെ തന്നെ ബോർഡിൻ്റെ മെമ്പർ സെക്രട്ടറി കൂടെ ആയിരിക്കും. അപ്പോൾ ഡേ ടു ഡേ ഫങ്ഷൻസ് ഒക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്
അവരെ പ്രൊഫഷണൽ മാനേജിങ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വേരിയസ് പീപ്പിൾസ്, ഇപ്പോൾ മാനേജിങ് ഡയറക്ടറിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം വേറെ ആളുകളെയും അവരെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പ്രധാന ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്രൊക്യൂർമെൻറ്റ് ഓഫ് മിൽക്ക് ഫ്രം ദ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഫ് ദ ഡിസ്ട്രിക്റ്റ്. അപ്പോൾ അതാത് ഡിസ്ട്രിക്റ്റിലുള്ള ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ നിന്ന്, വില്ലേജ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ നിന്ന് മിൽക്ക് പ്രൊക്യൂർ ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ സൂപ്പർവിഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് ടു ദ വില്ലേജ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. വില്ലേജ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ അവരെയൊക്കെ എന്ത് കൊടുക്കുക, സൂപ്പർവൈസ് ചെയ്യുക, അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടൊക്കെ നൽകുക. പിന്നെ ഇൻപുട്ട് സർവീസസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ മിൽക്ക് പ്രൊഡ്യൂസേഴ്സിനെ ഇൻപുട്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. അതായത് സെയിൽ ഓഫ് കാറ്റിൽ ഫീഡ്, ഫോഡർ സീഡ്, മിനറൽ മിക്സ്ചർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുക. ദെൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിലെ ട്രെയിനിങ് ഒക്കെ കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ അനിമൽ ഹസ്ബൻഡറി, ഡയറിങ് ഫോർ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ്, അവർക്കൊക്കെ വേണ്ടിയിട്ട് പരിശീലനങ്ങളൊക്കെ നടത്തുക. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുക എംപ്ലോയീസിനും പിന്നെ സൊസൈറ്റീസിൻ്റെ മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സിനൊക്കെ ആയിട്ട്. അവർക്ക് ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ട്രെയിനിങ്സും മറ്റും കണ്ടക്ട് ചെയ്യാം. പിന്നെ പ്രൊവൈഡിങ് മാനേജ്മെൻറ്റ് സപ്പോർട്ട് ടു ദ VDCS അലോങ് വിത്ത് റെഗുലർ സൂപ്പർവിഷൻ ഓഫ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. അവർക്ക് മാനേജ്മെൻറ്റ് സപ്പോർട്ട് ഓർ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഈ റോ മിൽക്ക് ഉണ്ടല്ലോ, വില്ലേജ് ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് മിൽക്ക് യൂണിയനിലേക്ക് പാലൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ട ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റോ മിൽക്ക് VDCSൽ നിന്ന് മിൽക്ക് യൂണിയനിലേക്ക് കൊണ്ടുപോകുന്നതിന് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അത് അറേഞ്ച് ചെയ്ത് നൽകുക, ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്ത് നൽകുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് മിൽക്സ് പ്രൊഡ്യൂസേഴ്സ് യൂണിയനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മിൽക്ക് ഫെഡറേഷനാണ്. ഫെഡറേഷൻ അല്ലേ, 3 ടയർ സ്ട്രക്ചറിലെ അപ്പെക്സ് ലെവൽ ഫെഡറേഷനാണ്, അല്ലെങ്കിൽ അപ്പെക്സ് ലെവൽ ഓർഗനൈസേഷനാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മിൽക്ക് ഫെഡറേഷൻ എന്ന് പറയുന്നത്. അതാത് സ്റ്റേറ്റിലുള്ള ഡിസ്ട്രിക്റ്റ് മിൽക്ക് യൂണിയനുകൾ ഫെഡറേറ്റ് ചെയ്തിട്ട് അവരെ യോജിച്ചിട്ട് രൂപീകരിച്ചിട്ടുള്ളതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മിൽക്ക് ഫെഡറേഷൻ. അപ്പോൾ അതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്റ്റ് മിൽക്ക് യൂണിയനാണ്. ദെൻ ഇതിൻ്റെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡി ആണ്. അപ്പോൾ ആ ജനറൽ ബോഡിയിലെ അവരെ ഒരു മാനേജിങ് കമ്മിറ്റീനെ തിരഞ്ഞെടുക്കുന്നതാണ്. ദെൻ അവരുടെ മാനേജിങ് കമ്മിറ്റി ഹെഡഡ് ബൈ മാനേജിങ് ഡയറക്ടർ. ദെൻ അദ്ദേഹമാണ് ഇത് ഫെഡറേഷൻ്റെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻസ് എല്ലാം തന്നെ ചെയ്യുന്നത്. പിന്നെ ഇത് കൺട്രോൾ ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഓരോ മിൽക്ക് യൂണിയനിൽ നിന്നുള്ള ഒരു ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് അടങ്ങുന്ന ഡയറക്ടർ ബോർഡുണ്ട്. അവരാണ് ഇത് കൺട്രോള് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റേറ്റ് ഫെഡറേഷൻ. പിന്നെ സ്റ്റേറ്റ് ഫെഡറേഷൻ ഫർദർ അപ്പോയിൻ്റ് മാനേജിങ് ഡയറക്ടറെ അദ്ദേഹം അപ്പോയിൻ്റ് ചെയ്യുന്നു ഡേ ടു ഡേ ഫങ്ഷൻസ് മാനേജ് ചെയ്യാനായിട്ട്. ദെൻ മാനേജിങ് ഡയറക്ടർക്ക് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസിൽ അക്കംപ്ലിഷ് ചെയ്യുന്നതിന് അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരാളം ആളുകളെ ഇവരെ ജോലിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഓഫ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് പ്രോസസ്ഡ് ആൻഡ് മാനുഫാക്ചേർഡ് ബൈ മിൽക്ക് യൂണിയൻ. അപ്പോൾ മിൽക്ക് യൂണിയൻ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരെ പ്രോസസ്സ് ചെയ്തിട്ടുള്ള മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സുകൾ മാർക്കറ്റ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് മിൽക്ക്
സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മിൽക്ക് ഫെഡറേഷൻ ആണ്. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഫോർ മാർക്കറ്റിംഗ് ഓഫ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സുകൾ മാർക്കറ്റ് ചെയ്യുന്നതിനുള്ള ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദെൻ മിൽക്ക് യൂണിയനിൽ നിന്ന് മാർക്കറ്റിലേക്ക് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സുകളൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുക. ദെൻ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ മിൽക്ക് യൂണിയനും അതിൻ്റെ മെമ്പേഴ്സിനൊക്കെ സപ്പോർട്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, അതായത് ടെക്നിക്കൽ ഇൻപുട്സ്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സപ്പോർട്ട് ആൻഡ് അഡ്വൈസറി സർവീസസ് ഒക്കെ കൊടുക്കുക. അപ്പോൾ ഡിസ്ട്രിക്റ്റ് മിൽക്ക് യൂണിയനും അതിൻ്റെ മെമ്പേഴ്സിനും എന്ത് നൽകുന്നു? അവർക്ക് ടെക്നിക്കൽ ഇൻപുട്സുകൾ കൊടുക്കുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓർ മാനേജ്മെൻറ്റ് സപ്പോർട്ട് ആൻഡ് അഡ്വൈസറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിയേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ബ്രാൻഡ് ഫോർ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്. ദെൻ മിൽക്ക് യൂണിയനിൽ നിന്നുള്ള സർപ്ലസ് മിൽക്ക് സമാഹരിച്ചിട്ട് സപ്ലൈയിങ് ഇറ്റ് ടു ഡെഫിസിറ്റ് മിൽക്ക് യൂണിയൻ. അപ്പം ഇവരെന്ത് ചെയ്യും? മിൽക്ക് ചിലപ്പോൾ ഒരുപാട് ഇപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ്സ് മെമ്പേഴ്സ് ആയിട്ടുള്ളതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മിൽക്ക് ഫെഡറേഷൻ. അപ്പോൾ ചില സ്റ്റേറ്റുകളിലെ ഡയറി കോപ്പറേറ്റീവ്സ് ഒക്കെ വളരെ സ്ട്രോങ് ആയിരിക്കും, ചില സംസ്ഥാനത്ത് ഡയറി കോപ്പറേറ്റീവ്സ് അധികമൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ കൂടുതൽ പാലുള്ള സ്ഥലത്ത് നിന്ന് ഇല്ലാത്ത ഡിസ്ട്രിക്റ്റ് യൂണിയനിലേക്ക് അത് കൊടുക്കുക എന്നുള്ളതും സ്റ്റേറ്റിൻ്റെ ഇതാണ്. കാരണം ഡിസ്ട്രിക്റ്റ് യൂണിയനാണ് ഇതൊക്കെ പ്രൊക്യൂർ ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതൊക്കെ. ഇപ്പോൾ പ്രോഡക്ട്സുകളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നതൊക്കെ ആരാണ്? ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു 3 സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ പ്രൈമറി തലത്തിൽ നമുക്ക് വില്ലേജ് ഡയറി കോപ്പറേറ്റീവ്സ് ആണ്. അവരെന്ത് ചെയ്യും? സാധാരണ ഈ മിൽക്ക് പ്രൊഡ്യൂസേഴ്സിൽ നിന്ന്, പാൽ ഉൽപ്പാദകരിൽ നിന്ന് പാലൊക്കെ കളക്ട് ചെയ്യും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സൊസൈറ്റി ഇല്ലേ, അതുപോലെ തന്നെ. അപ്പോൾ അവർ ചെയ്യുന്നത് ഫാമേഴ്സിൽ നിന്നൊക്കെ അവരെന്ത് ചെയ്യാണ്? പാല് കളക്ട് ചെയ്യുക മാത്രമാണ് പ്രൈമറി സൊസൈറ്റി ചെയ്യുന്നത്. പിന്നെ അവർക്ക് വേണ്ട സഹായങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി സൊസൈറ്റിയുടെ അല്ലെങ്കിൽ വില്ലേജ് ഡയറി സൊസൈറ്റിയുടെ സപ്ലൈ ആൻഡ് കളക്ഷൻ ഓഫ് മിൽക്കാണ്. അതായത് പാല് കളക്ട് ചെയ്യുക, ലോക്കൽ കൺസ്യൂമേഴ്സിന് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അങ്ങനെ കളക്ട് ചെയ്യുന്ന പാല് ലോക്കൽ കസ്റ്റമേഴ്സിന് അവർ കൊടുക്കുന്നു. ബാക്കി പിന്നീടുള്ളത് അവരെങ്ങോട്ടാണ് കൊടുക്കുന്നത്? ഡയറി മിൽക്ക് യൂണിയനിലേക്കാണ് കൊടുക്കുന്നത്. അപ്പം ഡയറി മിൽക്ക് യൂണിയൻ എന്ത് ചെയ്യും? ഈ വില്ലേജ് ഡയറി സൊസൈറ്റീസിൽ നിന്ന് മിൽക്ക് പ്രൊക്യൂർ ചെയ്യുന്നു. ദെൻ ആ മിൽക്ക് പ്രോസസ്സിങ് നടത്തുന്നതൊക്കെ ആരാണ്? ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് മിൽക്ക് യൂണിയനാണ്. അപ്പോൾ ഇവർ ഫാമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യും, കുറച്ച് ലോക്കൽ കസ്റ്റമേഴ്സിന് കൊടുക്കും, ബാക്കിയുള്ളത് കുറച്ച് ഇവർക്കും കൊടുക്കും. ഈ ഡയറി കോപ്പറേറ്റീവ്സ് ഇവരിൽ നിന്ന് പാല് കളക്ട് ചെയ്തിട്ട് അത് പ്രോസസ്സ് ചെയ്ത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സുകൾ ഉണ്ടാക്കുന്നത് ഇവരാണ്. ദെൻ ആ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മിൽക്ക് അവരത് എടുക്കുന്നു. ദെൻ അവരത് മാർക്കറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഇങ്ങനെ അവരുടെ ഫങ്ഷൻസ് ഡെലഗേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് അമൂല് ഇങ്ങനെ ഒരു 3 ടയർ മോഡൽ അവർ ഡെവലപ്പ് ചെയ്തത്. ആ മോഡലാണ് അമൂൽ മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കിയത് അമൂലാണ്. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് ആണ്. ദെൻ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്, അമൂൽ എന്ന് പറയുന്നത് ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്, അവർ മാനേജ് ചെയ്യുന്ന ബ്രാൻഡാണ് അമൂൽ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രൊഡ്യൂസർ ഓറിയൻറ്റഡ് ഡയറി കോപ്പറേറ്റീവ് ആണ് കേര ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഗുജറാത്ത് സ്റ്റേറ്റിലെ ആനന്ദ് ടൗണിലാണ് ഈ ഒരു ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി
എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അമൂൽ ഡയറി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അവർ 1946 അവരുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഇന്ത്യയിലെ ഡയറി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ ഇൻസ്പയർ ആയിട്ടുള്ളത് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് എന്ന് പറഞ്ഞു. പിന്നെ അമൂൽ എന്നുള്ള വേർഡ് സാൻസ്ക്രിറ്റ് വേർഡായിട്ടുള്ള അമൂല്യയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്കിതിൽ നിന്നൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത് ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫുഡ് പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് ഓർഗനൈസേഷനാണ്. ഗുജറാത്തിലെ മിൽക്ക് കോപ്പറേറ്റീവ്സിൻ്റെ സ്റ്റേറ്റ് ലെവൽ എപ്പെക്സ് ബോഡിയാണ് GCMMF എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗുജറാത്തിലെ മിൽക്ക് കോപ്പറേറ്റീവ്സുകളുടെ പ്രോഡക്റ്റുകൾ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സുകളൊക്കെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ലെവൽ എപ്പെക്സ് ബോഡിയാണ് ഈ GCMMF എന്ന് പറയുന്നത്. അപ്പോൾ അവരവരുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നത് അമൂൽ എന്നുള്ള പേരിലാണ്. അപ്പോൾ കേരള ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ്റെ ഒക്കെ ഉൾപ്പെടെയുള്ള ഗുജറാത്തിലെ എല്ലാ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെയും പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫുഡ് പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് ഓർഗനൈസേഷനാണ് ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. അവരുടെ ബ്രാൻഡാണ് അമൂൽ. പിന്നെ ഇവരുടെ പ്രധാന എയിം എന്ന് പറയുന്നത് ഫാമേഴ്സിന് റെമ്യൂണറേറ്റീവ് റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അവർക്ക് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സുകൾ നൽകിക്കൊണ്ട്. പിന്നെ അമൂലിൻ്റെ വൈറ്റ് റവല്യൂഷൻ ഓഫ് ഇന്ത്യക്ക് പ്രചോദനമായത് അമൂലാണ്. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സുകളിലെ ഇന്ത്യനെ ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ആക്കി ഉയർത്തിക്കൊണ്ടുവന്നതും അമൂലാണ്. അതുപോലെ വേൾഡിലെ ബിഗ്ഗസ്റ്റ് വെജിറ്റേറിയൻ ചീസ് ബ്രാൻഡ് കൂടെയാണ് അമൂൽ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അമൂലിൻ്റെ ഒരു അമൂൽ ഡയറി അവരെ ഒരു 3 ടയർ സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത്. അതിലെ 3 ടയർ സ്ട്രക്ചറിലെ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് വില്ലേജ് ലെവലിൽ വരുന്നത്. മിൽക്ക് യൂണിയൻ ഡിസ്ട്രിക്റ്റ് ലെവലിലും മിൽക്ക് ഫെഡറേഷൻ സ്റ്റേറ്റ് ലെവലിലും വരുന്നുണ്ട്. ദെൻ അതിലെ വില്ലേജ് ഡയറി സൊസൈറ്റിയിലെ സപ്ലൈ ആൻഡ് കളക്ഷൻ ഓഫ് മിൽക്കാണ് ചെയ്യുന്നത്. ഡിസ്ട്രിക്റ്റ് മിൽക്ക് യൂണിയനിലെ പ്രൊക്യൂർമെൻറ്റ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് മിൽക്കാണ്. ദെൻ സ്റ്റേറ്റ് മിൽക്ക് ഫെഡറേഷൻ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇൻറ്റേർണൽ കോമ്പറ്റീഷന് അത് എലിമിനേറ്റ് ചെയ്യുന്നതിനും ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എൻഷുർ ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് ഇല്ലേ. ഇപ്പം ഇവിടെ നോക്കിയേ, നമ്മൾ അവരവരുടെ ഫങ്ഷൻസ് ഇവിടെ ഡെലഗേറ്റ് ചെയ്ത് കൊടുത്തേക്കുകയാണ്. അമൂൽ ഡയറി അവരുടെ ഫങ്ഷൻസ് ഇങ്ങനെ 3 ഇതിന് ഡെലഗേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവർക്കിടയിലുള്ള ഇപ്പോൾ ഇൻഡിവിജ്വൽ ഫാമേഴ്സിൽ നിന്ന് വില്ലേജ് ഡയറി പാലൊക്കെ കളക്ട് ചെയ്യും. ദെൻ ഡിസ്ട്രിക്റ്റ് അത് പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടത്തും. അപ്പോൾ ഇൻറ്റേർണൽ കോമ്പറ്റീഷൻ നമുക്കിവിടെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് ഈ ഒരു സ്ട്രക്ചർ. അതുപോലെ തന്നെ ഇക്കോണമീസ് ഓഫ് സ്കെയിൽസ് ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുകളിൽ പറഞ്ഞ ഈ ഒരു 3 ടയർ സ്ട്രക്ചർ ഫസ്റ്റ് ആവിഷ്കരിച്ചിരിക്കുന്നത് അമൂലാണ്. അപ്പോൾ ഗുജറാത്തിൽ ആദ്യം ഈ ഒരു 3 ടയർ സ്ട്രക്ചർ ആര് കൊണ്ടുവന്നു? അമൂലെ കൊണ്ടുവന്നു. അതിനുശേഷം ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിൽ രാജ്യമെമ്പാടും പിന്നെ അവരെ ഉപയോഗിച്ച് തുടങ്ങി, ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇറ്റ് റിപ്ലിക്കേറ്റഡ് ഓൾ ഓവർ ദ കൺട്രി. അപ്പോൾ അത് ഏതിലൂടെയാണ്? ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാംസിൽ ഇത് രാജ്യം മുഴുവൻ ഇത് പിന്നെ റിപ്ലിക്കേറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇത് എന്തറിയപ്പെടുന്നത്? അമൂൽ മോഡൽ ഓർ അമൂൽ പാറ്റേൺ ഓഫ് ഡയറി കോപ്പറേറ്റീവ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.